ഗൈസ് എന്താണ് വാ നമുക്കൊരു നാടൻപാട്ടിന് പോയിട്ട് വരാം. നാടൻപാട്ട് കാണാനല്ല, നാടൻപാട്ട് പ്രോഗ്രാമിനാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നിങ്ങളായിരിക്കും ഈ ബാഗിലുള്ള ബോംബ് അല്ല സാർ, ഇതിലെന്റെ പണിയായുധങ്ങളാണ്. നമ്മള് കുലുങ്ങുന്ന ഒരു ഓട്ടോയിൽ കയറി കുലുങ്ങിയാണ് പോകുന്നത്. ഇങ്ങനെ കുലുങ്ങമ്മ, ഇങ്ങനെ കുലുങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുലുങ്ങിയാണ് നമ്മൾ അമ്പലം വരെ എത്തിയത്. ഒരു റൈഡിൽ കയറിയ ഫീൽ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുലുങ്ങി എത്തിയ അമ്പലം ഏതാന്ന് പറയണ്ടേ? തൃപ്പൂണിത്തുറ അല്ല, സോറി, തുടക്കം തന്നെ തെറ്റിച്ചു. തൃപ്പൂണിത്തുറ അല്ല, തൃപ്പൂണിത്തുറ കഴിഞ്ഞിട്ടുള്ള കരിങ്ങാച്ചിറ ഭാഗത്തുള്ള എരൂര് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ശ്രീ ബാലമുരുകന്റെ അമ്പലത്തിലാണ് നമ്മൾ പോകുന്നത്. അമ്പലത്തിൽ ചെന്നപ്പോ ബൈദവി ആരുമില്ല, അധികം തിരക്കൊന്നും, ആളുകളൊക്കെ വന്നുള്ളൂ. അപ്പൊ നമ്മൾ അമ്പലത്തിലെ ദീപാരാധന തുടങ്ങിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടില്ലേ? ഞങ്ങളുടെ ട്രൂപ്പിലുള്ളവരൊക്കെ സത്യം പറഞ്ഞാൽ വന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ പയ്യെ വന്നാ മതി, ഞാൻ ഇവിടുത്തെ കമ്മിറ്റിക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാം. ഞാൻ അങ്ങനെ ഭജനയൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേ അവിടെ ഒരു കാഴ്ച കാണണേ. ദേ അങ്ങോട്ട് നോക്ക്, ഇപ്പൊ സൂമാവും. കണ്ടോ, അവിടെ ഒരു പേര് എഴുതി വെച്ചേക്കുന്നത് കണ്ടോ? അതാണ് ഞങ്ങളുടെ ട്രൂപ്പിന്റെ പേര്. കൊച്ചിൻ ചിലമ്പുലി കാവുടയോൻ എന്നാണ് ഞങ്ങളുടെ ട്രൂപ്പിന്റെ പേര്. ഞങ്ങളുടെ പരിപാടിക്ക് മുന്നേ ഒരു ഭജനയുണ്ട്. ആ ഭജനയ്ക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ് ആ ചേട്ടന്മാര് സ്റ്റേജിന്റെ ഉള്ളില്. അപ്പോ ഞാൻ സത്യം പറയാലോ, ഞങ്ങളുടെ മുന്നേ ഉള്ള ഭജന നല്ല രസമുണ്ടായിരുന്നു. കുറെ അമ്മമാരാണ് പാട്ട് പാടാൻ വന്നത്, നല്ല രസമുണ്ടായിരുന്നു. എന്റെ ഫോണിന്റെ ക്ലാരിറ്റി കൊണ്ട് നിങ്ങൾക്ക് അവരുടെ മുഖമൊക്കെ നല്ല ഭംഗിയിൽ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ട്രൂപ്പിലുള്ളവരെല്ലാവരും വന്ന് നമ്മൾ കോസ്റ്റ്യൂം മാറാൻ വേണ്ടി ഒരു വീട്ടിൽ പോയി. ആ വീട്ടിൽ നമ്മളെല്ലാവരും ഇങ്ങനെ വട്ടമൊക്കെ കൂടിയിരുന്നു. എല്ലാവരും ഫേസ് കാണിക്കണമെന്നുണ്ട്, പക്ഷെ ഒരു വീഡിയോയിൽ തികയില്ല എല്ലാവരുടെ ഫേസ്. അതുകൊണ്ടാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് അവരുടെ ഫേസ് ഒക്കെ കാണിക്കാം. ഈ അരിമണീനെ കണ്ടോ? ഈ അരിമണിയാണ് ഞങ്ങളുടെ ട്രൂപ്പിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആള്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ട്രൂപ്പിന്റെ മെയിൻ ആയിട്ടുള്ള ആളുകൾ ഇതേ ഇപ്പൊ വരും. കണ്ടോട്ടോ, ഇതാണ് ഞങ്ങളുടെ പുരുഷൻ ചേട്ടൻ. ആ ചിരി നോക്കുമോനെ, എന്താണല്ലേ. ഇതാണ് ഞങ്ങളുടെ കുമാർജി. എന്തിനു നോക്കണേ, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് മെയിൻ. ഓക്കെ, ഞാൻ അങ്ങനെ കോസ്റ്റ്യൂം ഒക്കെ മാറി എല്ലാവരും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ സൈഡിട്ട് മാറിയുന്ന വീഡിയോ ഒക്കെ എടുക്കണം. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ട്. കാര്യം എല്ലാ പരിപാടിക്കും എനിക്ക് നല്ല അത്യാവശ്യം പേടിയൊക്കെ ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിക്ക് ആളുകൾ എങ്ങനെ എടുക്കും എന്നറിയില്ലല്ലോ, നമ്മുടെ പാട്ട് ആളുകൾ എങ്ങനെ സ്വീകരിക്കും. അതാണ് എൻ്റെ ഏറ്റവും വലിയ പേടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ എൻ്റെ ആ പേടി മാറി സത്യമായിട്ടും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാലാവസ്ഥ എന്തെങ്കിലും പ്രതികൂല സാഹചര്യത്തിൽ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടെങ്കിൽ നമുക്കത് വലിയ വിജയമാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ ആ ഒരു വിജയമാണ്. നല്ല മഴയാണ്, സ്റ്റേജിൽ വെള്ളത്തിലാണ് ഒരു സ്ഥിതിയിൽ പോലും ആളുകൾ നമ്മുടെ പാട്ടിട്ട് തുള്ളി. ആ അത്രയും വലിയൊരു വിജയം വേറെ ഒന്നും ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എന്റെ നിഗമനം. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.